ശരത് കുമാർ. ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീടിനടുത്തുള്ള ഒരു കോശി എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇവിടെ വന്ന് ഉടമ്പടിയെല്ലാം എടുത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ പറയുന്നതിന് വേണ്ടി എൻ്റെ വീട്ടിൽ വരികയും കൃപാസനം പത്രം കൊണ്ട് ഇന്ന് എൻ്റെ കയ്യിൽ തരികയും ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നപ്പോൾ തന്നെ ഇവിടെ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും കൂടി ഇവിടെ വന്നു. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നടത്തി തന്ന മാതാവിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം എന്നെ ഇവിടെ എത്തിച്ച മാതാവ് നിയോഗിച്ച ഒരു വ്യക്തിയായിരിക്കാം കോഴിച്ചേട്ടൻ, അല്ലെങ്കിൽ ഞാനിവിടെ എത്തില്ലായിരുന്നു. അതുകൊണ്ട് മാതാവിനോട് നന്ദി പറയുന്നതിനോടൊപ്പം കോഴിച്ചേട്ടനോടും കൂടെ നന്ദി പറയുകയാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്, എൻ്റെ സ്ഥലം 1 വർഷത്തോളമായിട്ട് വിൽക്കാനായിട്ട് നോക്കിയിരുന്നു, പക്ഷെ നടന്നില്ല. അതിനുശേഷം സീരിയസ് ആയിട്ട് നോക്കി ഒരു 6 മാസം അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ന പോലെ എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ടായിരുന്നു ബാങ്കിൽ. അതെല്ലാം തീർക്കുന്നതിന് വേണ്ടി ഒരു 6 മാസത്തോളമായിട്ട് എങ്ങനെയൊക്കെ നോക്കിയിട്ടും പല ബ്രോക്കർമാരെ സമീപിച്ചിട്ടും ഒന്നും അത് സാധ്യമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ എത്തിയതും ഉടമ്പടി എടുക്കുന്നതും. ആ ഉടമ്പടിയിൽ ആദ്യത്തെ നിയമമായിട്ട് വെച്ചതും അതുതന്നെയായിരുന്നു. അങ്ങനെ ആ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ കാര്യം തന്നെ ആദ്യം സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇവിടെ വന്നു, രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞതനുസരിച്ച്, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഉപ്പ് കൊണ്ടുപോയി സ്ഥലത്തിടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിടണമെന്നും എല്ലാം പറഞ്ഞ ആ കാര്യം അതേപടി അനുസരിച്ചു. ഒരു മാറ്റവും വരുത്താതെ, ഒരു വീഴ്ചയും വരുത്താതെ അത് ചെയ്ത് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ എടുത്തില്ല. ഫേസ്ബുക്കിൽ ഞാനിട്ട ഒരു പോസ്റ്റ് കണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെ എന്നെ വിളിക്കുകയും ആ സ്ഥലം ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് നിശ്ചയിച്ച വില പറഞ്ഞ് എല്ലാ ഉറപ്പിക്കുകയും ചെയ്തു. ഈ മാസം അവസാനം ആ സ്ഥലത്തിൻ്റെ തീരാധാരം ചെയ്യുകയാണ്. അന്ന് ഞാൻ നേർന്നിരുന്നു ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി എടുക്കുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപടി നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1000 മെഴുകുതിരി കത്തിച്ചേക്കാം എന്ന് നേർന്നിരുന്നു. അതിൻ്റെ ടോക്കൺ തുകയെല്ലാം കിട്ടിയ സമയത്ത് തന്നെ 500 മെഴുകുതിരി ഞാൻ കത്തിച്ചു കഴിഞ്ഞു. ഇനി ഈ മാസം അവസാനം ബാക്കി തുകയും കാര്യങ്ങളും കിട്ടിക്കഴിയുമ്പോൾ ബാക്കി മെഴുകുതിരിയും കത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. കുഞ്ഞിൻ്റെ ചെറുപ്പത്തിൽ കോവിഡ് വന്ന സമയമായിരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂളിൽ കൃത്യമായിട്ട് പോകാനൊന്നും സാധിക്കാഞ്ഞതുകൊണ്ട് അക്ഷരങ്ങളൊന്നും നാവിൽ ശരിക്ക് വരുന്നില്ലായിരുന്നു. അവൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് പറഞ്ഞു, ഇതുപോലെയാണ് കാര്യങ്ങൾ, അതിന് മാറ്റങ്ങളുണ്ടാവണം എന്ന് പറഞ്ഞു. ഏകദേശം ഒരു മാസത്തോട് അടുത്തില്ല, വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥനാ പുസ്തകത്തിലെ വിശ്വാസ പ്രമാണവും സ്വർഗസ്നായ പിതാവെയൊക്കെ വളരെ ഭംഗിയായിട്ട് അക്ഷരത്തെറ്റില്ലാതെ കാണാതെ ഞങ്ങളെക്കാളിലും എല്ലാം മുൻപന്തിയിൽ പറയാനായിട്ട് അവൾക്ക് സാധിച്ചു. ഇപ്പോഴാണെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് വിടുന്നത് പുസ്തകത്തിലേത് ആരും അടുത്തിരിക്കേണ്ട കാര്യമില്ല, ടീച്ചർ പഠിപ്പിച്ച് വിടുന്നു. ഇപ്പം ഞാൻ പോലും പഠിക്കുന്ന സമയത്ത് അവളുടെ അടുക്കെ ഇരിക്കാറില്ല, തന്നെത്താനെ എല്ലാം വായിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട് അവൾ. അത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു വന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നതാണ് എന്ന് പറയുന്നതിന് എനിക്കൊരു വിഷമവുമില്ല. അതുപോലെ തന്നെ പറയേണ്ട ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്, നമ്മളുടെ ഇവിടുന്ന് കിട്ടിയ തേന് അവൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ അവളുടെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാനാണെങ്കിൽ പോലും രാവിലെ കുളി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ആ തൈലം കൊണ്ട് ഞാൻ എൻ്റെ നെറ്റിയിലും നെഞ്ചിലും അതുപോലെ എൻ്റെ പിൻകഴുത്തിലും ഞാൻ തൈലം പുരട്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഏത് കാര്യവും ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്തതിന് ശേഷമാണ്. കുട്ടിയാണെങ്കിലും കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്നത് മാതാവിന് എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ മോതിരം ഞങ്ങൾ അണിയാറുണ്ട്. അത് ഞാൻ മറന്നാലും അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് കുഞ്ഞാണ്. അതുപോലെ തന്നെ ഈ അടുത്ത ഇടയിൽ ജപമാല റാലി നടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കുഞ്ഞിന് ആസ്മയുടെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന്
ആ സമയം തന്നെ ആദ്യം ഒന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഏകദേശം 10,000-3,500 രൂപയോളം ചിലവായിരുന്നു. അന്ന് അസ്താലിൻ വലിക്കുക, അതുപോലെ തന്നെ നെബുലൈസേഷൻ വീട്ടിലും എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ മെഷീനും മേടിച്ച് വെച്ച് വീട്ടിൽ റെഗുലറായിട്ട് ചെയ്യുക. സ്കൂളിൽ പോകുമ്പം അസ്താലിൻ വലിക്കാനുള്ളത് കൊടുത്തു വിട്ട് ടീച്ചറെ ഏൽപ്പിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ജപമാല റാലി പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം മാതാവിനോട് ഒന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ എൻ്റെ കൊച്ചിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടുന്ന് അർത്തങ്കൽ പള്ളി വരെ ചെരുപ്പിടാതെ എൻ്റെ കുഞ്ഞ് നടന്നു. ഏകദേശം മാരാരി ബീച്ചിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നേരം മാതാവ് അവിടുന്ന് ഇറങ്ങിയിട്ടില്ല. അവിടെ ചെന്ന് മാതാവിനെയും കണ്ട് കുറച്ച് നേരം ഇരുന്നു. മാതാവിൻ്റെ കൂടെ തന്നെ ഞങ്ങളും നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവൾ കരയാൻ തുടങ്ങിയപ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല, മാതാവിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, അറിയാവുന്ന കാര്യങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്ത് അവൾ ഒപ്പം നടന്നു. പോയിട്ട് തിരിച്ചു വന്ന് ഇന്നേ വരെ ആ ആസ്മയുടെ ഒരു മരുന്നുകളും അവൾക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ഒരു ലക്ഷണവും പിന്നീട് ഇതുവരെ കാണിച്ചിട്ടുമില്ല. എന്തെങ്കിലും ജലദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് അവൾക്ക് നെറ്റിയിൽ തൈലം പുരട്ടുകയും ആ ഇരിക്കുന്ന തേൻ കൊടുക്കുകയും അതോടൊപ്പം ഉപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അതുപോലെ കാരുണ്യ പ്രവർത്തികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും കഴിയുന്നതുപോലെ ചെയ്യുന്നത്, ആരെങ്കിലും സങ്കടാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ നല്ല രീതിയിൽ പിന്തിരിപ്പിച്ച് വിടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എനിക്കാണെങ്കിലും നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അന്ന് അച്ഛൻ ആ ബ്ലെസ്സിങ് ചെയ്തതിന് ശേഷം ശരിക്കും വീട്ടിൽ ഞാൻ മറ്റൊരാളായി മാറിയിട്ടുണ്ട്. എനിക്ക് തന്നെ അതറിയാൻ പറ്റുന്നുണ്ട്. പലരും പറയുന്നുണ്ട്, നീ പഴയ ആളല്ല, നിൻ്റെ മുഖം പണ്ട് ഇരുണ്ടിരുന്ന് നിൻ്റെ മുഖത്തിന് മാറ്റം വന്നിട്ടുണ്ട്, ഒരു പ്രസാദം വന്നിട്ടുണ്ട്. അതെല്ലാം ഇവിടുത്തെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ മാതാവിൻ്റെ സമക്ഷത്തിൽ വന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണ്. മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും തിരിച്ചറിഞ്ഞു. ഇന്നലെ കൂടി എനിക്ക് ഒരു ചെറിയ വണ്ടി എടുത്തു. ആ വണ്ടിയുടെ EMI മുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസം ഇത്രയും ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നെ പല ആൾക്കാരും അതിൻ്റെ ഇതായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുക്ക് പറഞ്ഞു, മാതാവ് എനിക്കൊരു വഴി കാണിച്ച് തന്നേ പറ്റുള്ളൂ. ഇനി ഒരു എക്സ്ക്യൂസ് അവരോട് പറയാനായിട്ടില്ല. ഉച്ചയ്ക്ക് മുമ്പായിട്ട് എനിക്ക് അതിനുള്ള വഴി തുറന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ആ പണം എൻ്റെ കയ്യിൽ കിട്ടാനായിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും മാതാവ് എന്നെ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. മാതാവിനോട് പറയുന്ന ഒരു കാര്യവും മാതാവ് എന്നെ കൈവിടാതെ എന്നെ കാത്ത് രക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പല സാഹചര്യത്തിലും എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഇത് തുടങ്ങിയ സമയത്ത് തന്നെ പല ആൾക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. കട്ടപ്പനയിൽ നിന്ന് വരാനായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ബസ് സർവീസ് തുടങ്ങി. ഈ ടാക്സി സർവീസ് ഇതായിട്ട് വണ്ടി പുറത്തുനിന്ന് വിളിച്ചാണ് ചെറിയ വണ്ടിക്കൂലി മാത്രം വാങ്ങിച്ചുകൊണ്ട് കട്ടപ്പനയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു ജപമാല റാലിക്കും ഇപ്പോൾ വരുന്നതും എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 5000-ത്തിലധികം ആളുകളെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമൊക്കെ വരുമ്പോഴത്തേന് വാഹന രജിസ്റ്റർ എഴുതണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം അത് അറിഞ്ഞതിന് ശേഷം വാഹന രജിസ്റ്റർ തുടർച്ചയായിട്ട് എഴുതിപ്പോയിരുന്നു. ഇന്നും എൻ്റെ കൂടെ ഒരു 49ഓളം ആളുകൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ ശ്രവിക്കുന്ന കൂട്ടത്തിലും ആളുകളുണ്ട്. പുതിയ ഉടമ്പടി എടുക്കുന്നവരുണ്ട്, ഉടമ്പടി പുതുക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ വന്നവരുണ്ട്. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ മുടങ്ങാതെ വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോകാറുണ്ട്. കാരണം മാതാവ് എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടെന്ന് എന്നെ പല വിധത്തിൽ എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിന് നല്ലപോലെ മനസ്സിലാക്കി തന്നു.